പാഠം 721. വില്ലേജ് ഓഫീസർ പിശുക്കനേ അല്ല. എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാ. നീ അത് മറന്നോ? ഇല്ല മോനേട്ടാ, 9 മണിയാകുമ്പോഴേക്കും പോയാ പോരെ മോനോട്ടന്. അപ്പോഴേക്കും എന്റെ എല്ലാ ജോലിയും ഞാൻ തീർത്തു വെച്ചിരിക്കും. പോരെ? നിനക്ക് എത്ര മണിക്കാണ് കോടതിയിൽ പോകേണ്ടത്? എനിക്ക് 10 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ, പോകുന്ന വഴി വിജയന്റെ പെട്ടിക്കട തുറന്നിട്ടുണ്ടെങ്കിൽ വിജയന് ഒരു 500 രൂപ കൊടുക്കണം. വിജയൻ എന്തിന്റെ പൈസ കൊടുക്കാനുള്ളത്? അവിടെ നമ്മുടെ സാധനം ഒന്നും വാങ്ങാറില്ലല്ലോ. ഒന്നും വാങ്ങിയതിന്റെ പൈസ അല്ല. വിജയന്റെ ഭാര്യ കുറച്ചു ദിവസമായിട്ട് ആശുപത്രി കിടക്കുക. അതുകൊണ്ട് വിജയൻ കട തുറന്നിട്ടും കുറച്ചു ദിവസമായി. ഇന്നലെ താലൂക്ക് ഓഫീസിന് മുമ്പ് വെച്ച് കണ്ടപ്പോ വിജയനോട് പൈസ വല്ലതും ഉണ്ടോ സാറേ എന്ന് ചോദിച്ചു. അപ്പോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കൊടുക്കാനും പറ്റിയില്ല. പക്ഷേ വിജയനെ പോലെ അടുത്ത് പരിചയമുള്ള ഒരാൾക്കൊരു ആവശ്യം വരുമ്പോ സഹായിക്കാതിരിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ഈ പൈസ വിജയന് കൊടുത്തേക്കും. മോഹനേട്ടാ, ഇത് എന്ത് പറ്റി? ഒരാൾക്കിങ്ങനെ സഹായം ചെയ്യുന്ന ശീലമൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും സഹായം ചെയ്യാൻ പറ്റില്ലല്ലോ ഭാമേ. പക്ഷേ നമ്മുടെ സഹായത്തിന് അർഹതയുള്ളവരാണെന്ന് തോന്നിയാൽ മോഹനേഷ് സാർ ഉറപ്പായും സഹായിക്കും. എന്തായാലും ഇതെനിക്കൊരു ഭയങ്കര അത്ഭുതമാണ്. മോഹനേട്ടന് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. എനിക്കെന്താ പറ്റിയെന്ന് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ നീ അല്ലേ പറഞ്ഞത് ഞാൻ ഭയങ്കര പിശുക്കനാണെന്ന്? നിന്നെ കൊണ്ട് ഞാനത് മാറ്റി പറയിപ്പിക്കും. എന്താ? ഒരു സഹായം ചോദിച്ചു വന്ന ചേച്ചി. അസുഖക്കാരനാ, അതുകൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ വയ്യ. എന്തെങ്കിലും തന്ന് സഹായിക്കണം. ഒരു മിനിറ്റത്തേക്ക് ഞാനിപ്പോ വരാം. വയ്യാത്ത ആളാ, എന്തെങ്കിലും സഹായം ചെയ്യാമോന്ന് ചോദിച്ചു. എന്താ അസുഖം? കുറെ നാളായിട്ട് ഭയങ്കര നടുവേദനയാ സാറേ. ആശുപത്രിയിലൊക്കെ പോയിട്ട് മാറിയില്ല. ഏത് ആശുപത്രിയിലാണ് പോയത്? ഇതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നത്? അയാൾക്ക് എന്തെങ്കിലും കൊടുത്തൊന്നും പറഞ്ഞു വിട്. അതെങ്ങനെ ശരിയാവും? ഞാൻ പണം ചെലവാക്കുകയാണെങ്കിൽ അത് എന്തിനാണ് എന്നറിയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. അല്ലാതെ ഒരാൾ വന്ന് സഹായം വേണം എന്ന് പറഞ്ഞാൽ നീ സഹായിക്കാൻ എന്നെ കിട്ടില്ല. മതി, ഇവിടുത്തെ ആവശ്യമില്ല സംസാരിച്ച് വഷളാവുന്ന എന്തിനാ? അയാൾക്ക് എന്തെങ്കിലും കൊടുത്തു വിട്. 5 രൂപയോ? എന്താ 5 രൂപ ചെറിയ സംഖ്യയാണോ? 5 രൂപ ഇത് വേണോ വേണ്ടയോ? തന്നേക്ക് സാറേ, വലിയ ഉപകാരം. വരട്ടെ സാർ. 5 രൂപ പോയി. എനിക്ക് ഈശ്വരാ, ഇങ്ങനൊരു പിശുക്ക്. ഇങ്ങനെ പിശുക്ക് കാശ് കൂട്ടി വെച്ച് എന്ത് ചെയ്യാനാണോ എന്തോ. എന്തായാലും ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കളെ. അത് ശരി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എങ്ങനെ ചെലവാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാനത് ചെയ്യുമ്പോ അതിന് അഭിപ്രായം പറയേണ്ട കാര്യം നിനക്കെന്താണ്? മോഹനേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മോഹനേട്ടൻ ചെലവാക്കാമെങ്കിൽ എനിക്ക് തോന്നുന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ പുറത്തുനിന്ന് വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭർത്താവിനെ പരിഹസിക്കുന്നതിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നല്ല പറയേണ്ടത്, അഹങ്കാരം എന്നാണ്. ഞാൻ പരിഹസിച്ചിട്ടില്ല, ഉള്ള കാര്യം പറഞ്ഞു. ഉള്ള കാര്യം പറയുന്നത് എങ്ങനെയാണ് മോഹനേട്ട പരിഹാസമാകുന്നത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സഹായം ചോദിച്ചു വരുന്ന 100 കണക്കിന് ആളുകളുണ്ട്. ആരെങ്കിലും ഒരാൾ വന്നു കയറുന്ന പാടെ കയ്യിലുള്ള പൈസ മുഴുവൻ എടുത്തു കൊടുത്താൽ ഒടുവിൽ നമ്മളും അവരെ പോലെ സഹായം ചോദിച്ച് നാട് തന്നെ വരും. എനിക്കത് ബുദ്ധിമുട്ടാണ്. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി എത്ര കാലം ജീവിക്കാൻ പറ്റും? മനുഷ്യരാകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കേണ്ടി വരും. അങ്ങനെ വന്നു കയറുന്ന എല്ലാവരെയും സഹായിക്കാൻ ഞാൻ കൈക്കൂലി വാങ്ങിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, വഴിയിൽ കിടന്നു കിട്ടിയ പൈസയും എന്റെ കയ്യിലില്ല. മാന്യമായി ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുന്ന എല്ലാ ആളുകളും മോഷ്ടിച്ച കാശുകൊണ്ടോ കൈക്കൂലി വാങ്ങിയ കാശുകൊണ്ടോ അല്ല അത് ചെയ്യുന്നത്. വേറൊരാളെ സഹായിക്കണമെങ്കിൽ കാശുണ്ടായാൽ മാത്രം പോരാ മോഹനേട്ടാ, സഹായിക്കാനുള്ള മനസ്സും കൂടി വേണം. അതാണ് മോഹനേട്ട ഇല്ലാതെ പോയത്. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് വെറുതെ കളയാനുള്ള മനസ്സ് എനിക്കില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത്. ടൗണിൽ ബിസിനസ് നടത്തുന്ന യോഹനാൻ സാറിന്റെ മോഹനേട്ടൻ അറിയാലോ. ഓരോ ആളുകൾക്ക് എത്ര രൂപയാണ് സാർ സഹായമായിട്ട് കൊടുക്കുന്നത് അറിയാമോ?
കാലിന് സ്വാധീനം കുറവുള്ള ഒരാൾ ഓപ്പറേഷന് വേണ്ടി യോഹനൻ സാറ് രൂപ 2 ലക്ഷം രൂപ കൊടുത്ത കാര്യം ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു. മനുഷ്യരായാൽ അങ്ങനെയാണ്. ആളെ സഹായിക്കാൻ വേണ്ടി പണം കൊടുത്ത വാർത്ത പത്രത്തിൽ വന്നതല്ല. പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടി ഒരാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ് സത്യം. യോഹന്നാൻ സാറിനെ പോലുള്ളവർ നാട്ടുകാരുടെ മുന്നിൽ യോഗ്യരാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനൊന്നും മോഹനകൃഷ്ണൻ കിട്ടില്ല. ഇല്ല, അത് വേറൊന്നും കൊണ്ടല്ല. മോഹനേട്ടനെ ഓടുക്ക് തെപ്പിച്ചിട്ട് തന്നെയാണ് കാരണം. ഇന്നിവിടെ വന്ന മനുഷ്യൻ ആ 5 രൂപയുടെ കാര്യം നാട്ടുകാർ മുഴുവൻ പറയില്ലേ? അപ്പൊ മോഹനേട്ടൻ ഈ മാനം എന്താവും? അയാൾ ഒന്നും പറയാതെ കിട്ടുന്ന കാശ് പിടിച്ചിട്ട് പോയനെ. പക്ഷെ നീയാണ് അതിനിടെ എന്നെ കളിയാക്കിയത്. കളിയാക്കും, ഇനി ഞാൻ കളിയാക്കും. മോഹനേട്ടൻ ഈ ഒടുക്കത്തെ പിശുക്ക് മാറി മോഹനേട്ടൻ മനുഷ്യനെ പോലെ ജീവിച്ചു തുടങ്ങുന്നവരെ ഞാൻ കളിയാക്കും. ആ കാണുന്നവരോടൊക്കെ ഞാൻ മോഹനേട്ടൻ പിശുക്കിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. യോഹനാൻ സാറിനെ പോലുള്ളവർ മറ്റുള്ളവരെ സഹായിച്ച് പ്രശസ്തരാകുമ്പോൾ എന്റെ മോഹനേട്ടൻ അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാതെ പിശുക്കി ഗിന്നസ് ബുക്കിൽ കയറട്ടെ. ഇറങ്ങും. എന്റെ പൊന്ന് സാറ്, യോഹന്ന സാറ് അങ്ങേരെ കയ്യിലുള്ള കാശ് അങ്ങേർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. യോഹന്ന സാറ് എന്തെങ്കിലും കാണിച്ചോട്ടെ. പക്ഷെ യോഹന്നാൻ സാറിന്റെ പേര് പറഞ്ഞ് എന്നെ കളിയാക്കാന്ന് വെച്ചാൽ ഞാൻ കൈക്കൂലി വാങ്ങിക്കാത്ത സത്യസന്ധനായ ഒരു പിസറാണ്. സർക്കാർ തരുന്ന ശമ്പളം മാത്രമാണല്ലോ എന്റെ വരുമാനം. ആ പൈസ എടുത്ത് തോന്നുന്നവർക്ക് തോന്നുന്ന പോലെ കിടത്താൻ ഞാൻ തെണ്ടിപ്പോവില്ലേ? അതല്ലേ സാറേ ഞാൻ പറഞ്ഞത്. ആ സംഭവം വിട്ടുകളഞ്ഞേര്. പറഞ്ഞത് സാറിന്റെ ഭാര്യയല്ലേ, അല്ല നാട്ടുകാരും അല്ലല്ലോ. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ചെറുതായിട്ടൊന്ന് നാണം കെട്ടാലും പുറത്താരും അറിയാൻ പോകുന്നില്ലല്ലോ സാറേ. ആര് പറഞ്ഞു? സഹായം ചോദിച്ചു വന്ന ആ മനുഷ്യനോട് അവള് പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര പിശുക്കനാണെന്ന്. അയാൾ നാട് മുഴുവൻ പറഞ്ഞു തുടങ്ങില്ലേ? അതിപ്പോ സാറ് പിശുക്കനാണെന്ന് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അല്ല, അല്ലെങ്കിലും ഇക്കാലത്ത് പിശുക്ക് എന്ന് പറയുന്ന അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല സാറേ. പിശുക്ക് ജീവിക്കുന്നവരെ 3 നേരം വല്ലതും കഴിച്ച് ജീവിക്കും, അല്ലാത്തവന്മാരെ വലിച്ചു വലിച്ച് ചാവും. എന്നാലും ഭാമ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇനിയും ആളുകൾ സഹായം ചോദിച്ചു വരില്ലേ? അപ്പോഴും അവൾ ഇങ്ങനെയൊക്കെ പറയില്ലേ? ഈ പറച്ചിലെടുത്ത ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ ഉത്തമ. അങ്ങനെ പറഞ്ഞ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു കടന്ന കയ്യാ. എന്തു വഴി? ഇപ്പൊ രാവിലെ സാറിന്റെ വീട്ടിൽ ഒരാൾ സഹായം ചോദിച്ച് കയറി വന്നു എന്ന് കരുതുക. അവന്റെ കയ്യിൽ സാർ ഒരു 500 രൂപ വെച്ചു കൊടുത്താ എങ്ങനെ ഇരിക്കും? 500 രൂപ? ആ ആന്ന് എന്റെ സാറേ, ഇതങ്ങനെ ശരിക്കുള്ള സഹായമല്ല. വക്കീലിന്റെ മുമ്പ് വെച്ച് സാർ അയാൾക്ക് 500 രൂപ കൊടുക്കുന്നു. അതോടെ സാർ ആരെയും സഹായിക്കാത്ത ആളാണെന്നുള്ള വക്കീലിന്റെ പരാതി തീർന്നുവല്ലോ. കാശ് മുടക്കി പരാതി സൗകര്യമില്ല. കാശ് മുടക്കണ്ട സാറേ. സഹായം ചോദിച്ചു വരുന്ന ആൾ ഞാൻ പറഞ്ഞു വിടുന്ന ആളായിരിക്കും. സാറ് കൊടുക്കുന്ന 500 രൂപ അയാൾ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തിരിച്ചു തരും. ഞാനത് സാറിന് തിരിച്ചും തരും. പ്രശ്നം തീർന്നില്ലേ? അത് കൊള്ളാലോ. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത് സാറേ. കുറച്ച് കഴിയുമ്പോ അടുത്ത ആള് വരും. അയാൾക്കും കൊടുക്കണം 500 1000. എന്തിനാ? വരുന്നവർക്ക് സാർ വാരിക്കോരി കൊടുക്കുന്നത് കാണുമ്പോ വക്കീല് പേടിക്കും. സ്വന്തം കുടുംബത്തിലെ കാശ് ഒരു പരിധി വിട്ട് ചെലവാക്കാൻ ഒരു പെണ്ണ് സമ്മതിക്കൂല. 3ാമത്തെ ആളിന് സാറ് പൈസ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും വക്കീൽ പറയും പറ്റൂല. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ പേരിൽ ഇന്ന് സാറിനെ കുറ്റം പറയുന്ന അതേ വക്കീല് നാളെ നേരെ തിരിച്ചു പറയും. സഹായം ചോദിച്ചു വരുന്ന ഒരാളും വീടിന്റെ മുറ്റത്ത് കയറാതെ പിന്നെ വക്കീല് നോക്കിയോളൂ. എങ്ങനുണ്ട് എങ്ങനുണ്ട് എങ്ങനെയുണ്ട്? അതൊരു ഭയങ്കര ബുദ്ധിയാ. ഉത്തമം 10ാം ക്ലാസ് ജയിച്ചിട്ടില്ലെങ്കിലും കാലക്കെടില്ലാത്ത ബുദ്ധിയുണ്ട്. ജീവിക്കണ്ടേ സാറേ? അപ്പൊ ഈ പരിപാടി നമുക്ക് ഉറപ്പിച്ചാലാ? ഉറപ്പിച്ചു. നാളെ രാവിലെ ഒരു 8 മണി കഴിയുമ്പോൾ ഞാൻ ആദ്യത്തെ ആളെ പറഞ്ഞു വിടും. ബാക്കി നാടകീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് സാറാണ്. അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യത്തെ ആളെ പറഞ്ഞു വിട്ടിട്ട് ഉത്തമ എന്നെ ഒന്ന് വിളിച്ചേക്കണം. അതൊക്കെ ഞാൻ വിളിക്കാം. മണി 8 ആയല്ലോ. ഉത്തമൻ എത്രയും പെട്ടെന്ന് ആളെ പറഞ്ഞു വിട്ടെങ്കിൽ
എല്ലാം തീർത്ത് എനിക്ക് ആഫീസിൽ പോവായിരുന്നു. ഫോൺ വന്നു. ഹലോ. അയ്യോ വക്കീലെ, ഇത് ഞാനാണേ. ആ എന്താ ഉത്തമ? സാറില്ലേ എവിടെ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. മോഹനേട്ടാ, മോഹനേട്ടാ. ആരാ? ഉത്തമനാ. ഏത്? ആ ഹലോ. ആ സാറേ, ഞാനാണേ ഉത്തമൻ. പറഞ്ഞതുപോലെ 2 പേരെ ശരിയാക്കിയിട്ടുണ്ട്. അവരെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടാ. എന്താ? ആയിക്കോട്ടെ. പിന്നെ ആദ്യത്തെ ആള് ശിവൻകുട്ടി. അയാളെ കണ്ട സഹായം വേണ്ട ആളാണെന്നൊന്നും തോന്നൂല. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയുടെ ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മതി. പിന്നെ രണ്ടാമത്തെ ആള് ശശി. അവന് ഒരു കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞാണേ വരണത്. അതും കൊള്ളാം. അപ്പൊ ശരി സാറേ, അവർ രണ്ടുപേരും ഇപ്പൊ വരുവേ. ശരി. എന്താണ് ഉത്തമനുമായിട്ട് ഫോണിലൂടെ ഒരു ഇടപാട്? അവന് ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കാര്യത്തിനാ. അപേക്ഷയുടെ കൂട്ടത്തിൽ മുന്നാധാരമില്ലാത്തത് കൊണ്ട് മുന്നാധാരത്തിന്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. അത് എടുത്തു പറയാൻ വേണ്ടി തോന്നി വിളിച്ച. ശിശുപാലിന്റെ വീടിനടുത്ത് താമസിക്കുന്ന ലംബോദരൻ ചേട്ടന് ക്യാൻസർ വന്ന് ആശുപത്രിയില്ല. ചികിത്സയ്ക്ക് ഒരുപാട് പൈസ വേണമെന്നാണ് പറയുന്നത്. ഞാനും ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റി? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ആര് പറഞ്ഞു? ഞാൻ ഓരോ ദിവസവും ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. പക്ഷെ അതൊന്നും പറയാറില്ലെന്ന് മാത്രം. പിന്നെന്താ ഇന്ന് വിശേഷിച്ചൊരു പറച്ചില്? അല്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും ആരെന്ന് നോക്കുമോനട്ടാ. നീ ചെല്ല്, എനിക്ക് ആഫീസ് പോകാൻ നേരമായി. 1-2 കാര്യങ്ങൾ നോക്കാനുണ്ട്. വേഗം ചെല്ല്. ആദ്യത്തെയാണ്. എന്താ? നമസ്കാരം. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ഭക്ഷണത്തിന് വകയില്ലാത്ത രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. ഞാൻ അതിന്റെ ഭാരവാഹിയാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് സംഘടന നടന്നു പോകുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കാനായി എന്തെങ്കിലും ഒരു സംഭാവന. അയ്യോ, അതെല്ലാം മോഹനട്ടോട് ചോദിക്കണം. ഒരു മിനിറ്റ്. മോഹനട്ടാ, സാധാരണ ഇത്ര സംഭാവനകളൊന്നും മോഹനട്ട കൊടുക്കാറില്ല. അത് പാവപ്പെട്ടവരെ സഹായിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. എന്തേലും ചെയ്യുവാണെങ്കിൽ മോഹനേട്ടനെ തന്നെ നേരിട്ട് ചെയ്യണം. അതുകൊണ്ടാ. അങ്ങനെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ തന്നെ അത് ആരോടും പറയുകയില്ല. അതുകൊണ്ടെന്താ, മോഹനേട്ടൻ ഭയങ്കര പിശുക്കനാണെന്നാണ് ആളുകളുടെയൊക്കെ ധാരണ. പക്ഷേ ശരിക്കും മോഹനേട്ടൻ അങ്ങനെയൊന്നും അല്ല. ആളൊരു എന്താ? സാർ, എന്റെ പേര് ശിവൻകുട്ടി എന്നാ. ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഞങ്ങൾക്ക്. എനിക്കറിയാം. ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന നിങ്ങളെ സമ്മതിക്കണം. സാറിന്റെ വകയായി എന്തെങ്കിലും ഒരു സംഭാവന. തീർച്ചയായും. ഇത്രയും നല്ലൊരു കാര്യത്തിന് പണം തന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പണം തരിക? 1000 രൂപയുണ്ട്. ഇത് മതിയാകുമോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല കാര്യങ്ങൾക്കാണെന്ന് ഉറപ്പാണെങ്കിൽ മോഹനേഷ് സാർ എത്ര രൂപ വേണമെങ്കിലും മുടക്കും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ഓ, എന്തൊരു നല്ല മനുഷ്യൻ. ഇതാണോ വക്കീല് പറഞ്ഞത് സാർ ആർക്കും സംഭാവന കൊടുക്കില്ലെന്ന്? സാർ ആളുകൾക്ക് സഹായം ചെയ്യുന്നത് വക്കീലിന് ഇഷ്ടമല്ലല്ലേ? ഒരുപാട് പൈസ ഉണ്ടല്ലോ വക്കീലെ. കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, എന്താണ് ദോഷം? കഷ്ടം. പ്രതിയായെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ അതാണ് ഉണ്ടായത്. മോഹനേട്ടനെ പോലൊരു ലോക പിശുക്കനെ പറ്റി അയാൾക്ക് ഭയങ്കര അഭിപ്രായം. ഞാനോ
ഭയങ്കര പിശുക്കിയെന്നു. എങ്ങനെയുണ്ട്? ഞാൻ പിശുക്കനാണ് എന്ന് നീ മാത്രമേ പറയൂ എന്നിപ്പോ മനസ്സിലായില്ലേ? നാട്ടുകാർക്കൊക്കെ എന്നെ പറ്റി ഭയങ്കരമായ അഭിപ്രായമാണ്. വേറെ ആരോ വന്നല്ലോ, അതാരാണ് നോക്കൂ. ശശി, എന്തെങ്കിലും തരണം ചേച്ചി. പണിയെടുക്കാനുള്ള ആരോഗ്യമില്ല. വീട്ടില് അമ്മയും 4 പെങ്ങന്മാരും ഉണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ജീവിക്കാൻ പറ്റൂ. എന്നെ സഹായിക്കണം. എന്താ നിങ്ങളുടെ പേര്? ശശി. എവിടെയാ വീട്? ദേവീക്ഷേത്രത്തിന് മുമ്പിലുള്ള വഴിയിലൂടെ 3-4 കിലോമീറ്റർ പോണം. വീടെന്നൊന്നും പറയാനില്ല സാറേ, ഒരു ഓലപ്പുരയാ. ഈ കാലുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ജോലി ചെയ്താലല്ലേ വീടുണ്ടാക്കാൻ പറ്റൂ. 500 രൂപയുണ്ട്. മോനട്ടാ, വീട്ടിൽ അയാളല്ലാതെ 5 പേർ കൂട്ടിയുണ്ട്. 3 നേരം വല്ലതും കഴിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകുന്നറിയാമോ? ഇത് വെച്ചോളൂ. ഓ, ഇനിയും വല്ലപ്പോഴും അത്യാവശ്യം വരുമ്പോ എന്നെ വന്ന് കണ്ടോളൂ. ഇവിടെ തന്നെ വരണമെന്നില്ല, വില്ലേജ് ഓഫീസർ വന്നാലും മതി. ഞാനാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. സാറിനെ ഈശ്വരൻ അനുഗ്രഹിക്കും. പറട്ടെ സാർ. പാപം. എന്താണ് മോഹനയുടെ ഉദ്ദേശം? എന്ത്? ഒരാള് സഹായം ചോദിച്ചു വരുമ്പോ 500 രൂപ എടുത്ത് കൊടുക്കാന്ന് വെച്ചാ? എന്തെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് അയാൾക്കൊരു പ്രയോജനം ഉണ്ടാവണ്ടേ? മറ്റാരെങ്കിലും സഹായത്തിന് വിളിക്കുന്നതാവും. ഹലോ. സാറേ ഞാനാണേ. എങ്ങനെയുണ്ടായിരുന്നു സംഭവം? സംഭവം ഗംഭീരമായി. പാവം ഞെട്ടിയിരിക്കുക. ആണാ? പിന്നെ ശിവൻകുട്ടിയുടെ കയ്യിൽ കൊടുത്ത 1000 രൂപ എനിക്ക് തിരിച്ചു കിട്ടി. വക്കീൽ സംഗതി വിശ്വസിച്ചല്ലോ അല്ലേ? പിന്നെ അതെ അതെ, എല്ലാം നമ്മൾ പറഞ്ഞ പോലെ. തഹസിൽദാരോട് ഞാൻ പറഞ്ഞോളാം. ഞാനും തഹസിൽദാരും നമ്മളെ ബന്ധം നിങ്ങൾക്ക് അറിയാലോ. അതെ, ശരി ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. മോഹനട്ടാ, എന്താ പറ്റിയത്? എന്ത്? ഒരാൾക്കും മനസ്സറിഞ്ഞൊരു 10 പൈസ പോലും കൊടുക്കാത്ത മോഹനേട്ടൻ എന്നാണ് ഇങ്ങനെ വാരി വലിച്ച് ചെലവാക്കാൻ തുടങ്ങിയത് എന്ന്. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് വലിയ ആളുകളെന്ന് നീ ഇന്നലെ പറഞ്ഞല്ലോ. യോഹന്നാൻ സാർ വലിയ മഹാനാണെന്ന് നീ പറഞ്ഞു. എനിക്കും മഹാനാകാൻ പറ്റുമോ എന്നറിയണമല്ലോ. ഇങ്ങനെ പൈസ വാരി കൊടുത്താണോ മഹാനാവണത്? യോഹന്നാൻ സാർ അങ്ങനെയാണല്ലോ മഹാനായത്. മോഹനേട്ടാ, ഇപ്പൊ നീ പോയി വന്നേരണം നോക്ക് പാമേ. എന്നോടാ കളി. ഹലോ ഉത്തമ, ഞാനാ. സാറേ എന്തായി? പാമ മര്യാദ പഠിച്ചു. ഇപ്പൊ അവള് പറയുന്നത് ഇങ്ങനെ കാശൊന്നും വാരി ചെലവാക്കാൻ പറ്റില്ല. ഇനി ഈ ജന്മം അവൾ യോഹന്നാൻ സാറിന്റെ പേര് പറഞ്ഞ് എന്നെ കളിയാക്കില്ല. അപ്പൊ എന്റെ ബുദ്ധി ഏറ്റു എന്ന് സാർ സമ്മതിച്ചല്ലോ അല്ലേ? ബുദ്ധിമുത്തവന്റെ ആണെങ്കിലും പക്ഷെ സംഗതി നാടകീയമായി അഭിനയിച്ച് ഫലിപ്പിച്ചത് കെ മോഹനകൃഷ്ണനാണല്ലോ. ആരായാലും വിശ്വസിച്ചു. ശരി, പിന്നെ വിളിക്കാം. ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പൈസയും നാട്ടുകാർക്കൊക്കെ വാരിക്കോരി കൊടുക്കാനുള്ളതാണോ? ആണെങ്കിൽ മോഹനേട്ടാ, എന്താ ഉദ്ദേശിച്ചത് എന്നോടും കൂടി ഒന്ന് പറ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. നമ്മളൊക്കെ എത്ര സത്യസന്ധമായി ജീവിച്ചാലും, കൈക്കൂലി വാങ്ങാതിരുന്നാലും, കള്ളു കുടിക്കാതിരുന്നാലും നമുക്ക് ഈ നാട്ടിൽ ഒരു വിലയും കിട്ടില്ല. നാട്ടിൽ വിലയുണ്ടാകണമെങ്കിൽ ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസ സംഭാവനയായിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ ഇഷ്ടം പോലെ പൈസ സംഭാവനയായി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പുറത്തൊരാൾ വന്ന് ഇപ്പുണ്ട്. അയാൾക്ക് എന്തോ അത്യാവശ്യത്തിനാണെന്ന് പറഞ്ഞ് 1000 രൂപ ചോദിച്ചു. എന്റെ കയ്യിലാണ് 10 പൈസ പോലും ഇല്ലല്ലോ. മോഹനേട്ടൻ എന്തായാലും വാരിക്കൊരു കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ശരി, ഇതും കൊടുത്തേക്കാം. 1000 രൂപയുണ്ട്. വലിയ ഉപകാരം വെക്കില്ലേ? ഇന്ന് തന്നെ ഇത് കിട്ടിയത് വലിയ കാര്യമായി, അല്ലെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. അങ്ങനെയൊന്നുമില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ ഇങ്ങ് വന്നാൽ മതി. ഇങ്ങോട്ട് വരാൻ പ്രയാസമാണെങ്കിൽ നേരെ വില്ലേജ് ഓഫീസർക്ക് ചെന്നാലും മതി. മോഹനേട്ടൻ അവിടെ ഉണ്ടാവും.
അയ്യോ, മോഹനേട്ട പ്രകാശനെ പരിചയമില്ലല്ലേ? മോഹനേട്ട, ഇത് പ്രകാശൻ. എന്റെ 1000 രൂപ. ആ, കൊടുത്തു. അവ പ്രകാശം വയ്ക്കുള്ളൂ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും നേരെ വില്ലേപ്പച്ചലേക്ക് ചെന്നാൽ മതി. ഓ ശരി ഓക്കെ, ശരി. ഇന്ന് നിന്റെ അന്ത്യോ? ഏ? എന്റെ 1000 രൂപ ആരോട് ചോദിച്ചാൽ നീ അയാൾക്കെടുത്ത് കൊടുത്തേ? മോഹനേട്ടനല്ലേ പറഞ്ഞത് ഒരു സഹായം ആവശ്യമുള്ളവർക്കൊക്കെ അത് കൊടുക്കണമെന്ന്. ആ പൈസ അങ്ങനെ സഹായം ചെയ്യാനുള്ളതാണെന്നും പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാനത് പ്രകാശന് കൊടുത്തത്. എന്റെ പൈസ കൊണ്ട് ആരെയാണ് സഹായിക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിനക്ക് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച കാശുണ്ടാക്കണം. ഇതെന്തിനായ മോഹനേട്ടാ? മോഹനേട്ടനെ കണ്ടല്ലേ ഞാൻ പഠിക്കണത്. മോഹനേട്ടൻ ആളുകൾക്ക് വാരിക്ക് ഒരു സഹായം ചെയ്യുമ്പോ ഞാനായിട്ട് കുറയ്ക്കുന്നത് ശരിയല്ല. ഇതിന് നീ അനുഭവിക്കും. എന്റെ 1000 രൂപ മര്യാദക്ക് തിരിച്ചതിൽ നീ അനുഭവിക്കും. അതുകൊള്ള ഞാൻ കഷ്ടപ്പെട്ടുണ്ടായ കാശിനാണ് നിനക്ക് കളി. നിനക്ക് വെച്ചിട്ടുണ്ട് 1000 രൂപ. ഹലോ. ആ സാറേ, ഞാനാണേ ഉത്തമൻ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? സാറ് 500 രൂപ ശശിക്ക് കൊടുത്തില്ലേ? അവനാണെങ്കി അവൻ അതുകൊണ്ട് മുങ്ങി സാറേ. സാറേ, എനിക്ക് അവനെ വലിയ പരിചയമില്ലായിരുന്നു. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കാണാറുണ്ട്. പറയും പോലെ ചെയ്ത 50 രൂപ തരാതെ ഞാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ചെയ്യാന്ന്. സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്രയും നേരമായിട്ട് ആളിതുവരെ എത്തിയില്ല. അയ്യോ, ഞാനിപ്പോ പുഷ്കറിന്റെ ബേക്കറി വിളിച്ചപ്പോ പുഷ്കറിനാണ് പറഞ്ഞത് ശശി ഏതോ ബസ്സിൽ കയറി പോകുന്ന കണ്ടെന്ന്. ഉത്തമ, എന്റെ 500 രൂപ പോയതിന് ഉത്തമം വിവരം അറിയും. ഇതൊക്കെ ഉത്തമന്റെ ബുദ്ധിയാ. അല്ല, ബുദ്ധി എന്റേതാണെങ്കിലും ഒക്കെ സാറാണ് അഭിനയിച്ച് ഫലിപ്പിക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ 500 രൂപ ഇവിടെ കൊണ്ട് തിരിച്ചു തന്നില്ലെങ്കിൽ ഉത്തമം വിവരം അറിയും. അയ്യോ, മോനേട്ടാ, എന്ത്? ഏത് 500 രൂപയുടെ കാര്യം മോനേട്ടൻ ഇപ്പൊ പറഞ്ഞത്? അത് ഏതെങ്കിലും 500 രൂപ ആയിക്കോട്ടെ, നിനക്കെന്താ? നീ എന്റെ 1000 രൂപ ഏതൊരു പ്രകാശം ചുമാർന്ന് കൊടുത്തല്ലോ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഉത്തമനെയും കൂട്ടി വില്ലേജ് ഓഫീസറെ കളിച്ച നാടകമായിരുന്നല്ലേ ഇതെല്ലാം? ഏത് കാര്യങ്ങൾ കിടപ്പ് എനിക്ക് ഏകദേശം പിടികിട്ടി മോനേട്ടാ. ഇതിൽ 500 രൂപ വാങ്ങിയ ശശി അതുമായിട്ട് സ്ഥലം വിട്ടല്ലേ? എന്തിനായിരുന്നു മോഹനേട്ടാ ഇതൊക്കെ? ഇന്നലെ നീയല്ലേ പറഞ്ഞത് ഞാൻ ഭയങ്കര പിശുക്കനാണ് നാടുകളോട് പറയുന്നു. പൈസയുടെ വില നിനക്ക് മനസ്സിലാൻ വേണ്ടി ചെയ്തതാ. എന്നിട്ട് ആകെ ഇപ്പൊ എത്ര രൂപ പോയി? പ്രകാശ് സഹായം ചോദിച്ചു വന്നൊന്നുമല്ല. എന്റെ സ്കൂട്ടർ നന്നാക്കി എന്റെ പൈസ ചോദിച്ചു വന്നതാ. പ്രകാശിന്റെ വർക്ക്ഷോപ്പില്ല ഞാൻ സ്കൂട്ടർ നന്നാക്കുന്നത്. കഴിഞ്ഞ 2 തവണ സ്കൂട്ടർ നന്നാക്കി എന്റെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഉത്തമനെ വെച്ചിട്ടുണ്ട്. ഉത്തമ ഒറ്റ കാരണം എന്റെ പൈസ പോയത്. അതെങ്ങനെയാ മോഹനയുടെ ഉത്തമം കാരണമാവുന്നത്? ഒക്കെ മോഹനോട് പറഞ്ഞിട്ട് ചെയ്തതല്ലേ? സാരല്ല, ഒരു 500 രൂപയിലേ പോയുള്ളൂ. എന്നെ പറ്റിക്കാനായി കാണിച്ച അതിബുദ്ധിക്ക് ദൈവം നിന്ന് ശിക്ഷയാ. പിശുക്കനല്ല എന്ന് കാണിക്കാൻ മോഹനകൃഷ്ണൻ ആസൂത്രണം ചെയ്ത് അവതരിപ്പിച്ച നാടകം എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമായി പോയി. ഇത്തരം അഭിനയങ്ങൾ കൊണ്ടൊന്നും പിശുക്കൻ എന്ന ചീത്തപ്പേര് മാറില്ല എന്ന് വില്ലേജ് ഓഫീസറെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.